കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്ന ആളും ആരവും ഒഴിഞ്ഞ KPCC ഓഫീസിൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഒരുപക്ഷെ തന്ത്രപരമായ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രമായി മാറാൻ പോകുന്ന KPCC ആസ്ഥാനത്ത് പുതിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രവേശന കവാടത്തിൽ തന്നെ ഇന്ദിരാഭവൻ എന്നെഴുതിയ പുതിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി UDFന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഐക്കണായിട്ടുള്ള ക്യാമ്പയിനിങ് ഫാക്ടർ ഈ ഇന്ദിരാ ഗ്യാരണ്ടി ആയിരുന്നു. അത് ഉയർത്തിക്കാണിക്കുന്ന ബോർഡുകൾ ഫ്രണ്ടിലുണ്ട്. അതോടൊപ്പം ഇന്ദിരാഭവന്റെ പ്രധാന കവാടത്തിന് മുകളിൽ പുതിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ നാളെ തെരഞ്ഞെടുപ്പ് ഫലം നേരിൽ കാണുന്നതിന് വേണ്ടി ബിഗ് സ്ക്രീൻ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ KPCC ആസ്ഥാനത്ത് ഇരുന്ന് വിപുലമായി തന്നെ ഈ കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഓഫീസിലെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ മണക്കാട് സുരേഷ് എന്നോടൊപ്പം ചേരുന്നു. എന്താണ് ഇങ്ങനെ ഫലം ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയതിന്റെ കാര്യം എന്താണ്? ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തന്നെ യാതൊരു സംശയവുമില്ല. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും UDF അധികാരത്തിലേക്ക് വരികയാണ്. നാളെ ഉച്ചയോടുകൂടി ഫലപ്രഖ്യാപനം പൂർത്തിയാകും. വോട്ടെണ്ണൽ പൂർത്തിയാകുമെന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ആവേശമാണ്. കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. KPCC കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്നും നമ്മൾ ഇതുപോലെ LED വാർഡും മറ്റും ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ മറ്റ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും. ആ ആവേശം നാളെ നിങ്ങൾക്ക് രാവിലെ ഇവിടെ ദൃശ്യം. ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് KPCC കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, PCC പ്രസിഡന്റ്, കേരളത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ ഇവിടെ തന്നെയായിരിക്കും. അദ്ദേഹം വരുമെന്നുള്ളത് ഇതുവരെ കൺഫേംഡ് അല്ല. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരെയും രാവിലെ ഇവിടെ വരണം, ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാമെന്ന് KPCC ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ അതറിയാം. രാവിലെ അദ്ദേഹം വരുമോ ഇല്ലോ എന്നുള്ളത് എനിക്കിതുവരെ വ്യക്തമല്ല. അദ്ദേഹം വന്നേക്കാം എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയം UDFന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തിലാണ് വലിയൊരു ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം നേരിട്ട് കാണുന്നതിന് വേണ്ടി ബിഗ് സ്ക്രീൻ സ്ഥാപിച്ച് LED വോൾ സ്ഥാപിച്ചുകൊണ്ട് പന്തലടക്കം ഒരുക്കിക്കൊണ്ട് വിജയാരവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ KPCC ആസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതാ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായി ഒരു വലിയ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് പോകാൻ ഈ ഇന്ദിരാഭവന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.